ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുക ഇല്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യമാണ് പരിശുദ്ധ ആത്മാവ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനും ക്രൂശീകരണത്തിനും മുമ്പ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്: നിങ്ങളുടെ സന്തോഷം ആരും എടുത്തു കളയുക ഇല്ല. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും, കാര്യം ശരിയാണ്. നിങ്ങൾ ദുഃഖിക്കും. ഏറിയ കാലം നിങ്ങൾ എന്നെ കാണുകയില്ല, എന്നാൽ വീണ്ടും നിങ്ങൾ കാണും. ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. എത്ര മനോഹരമായ ഒരു വാക്കാണ് യേശു കർത്താവ് പറയുന്നത്. നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും പലരും ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനൊരു വാക്ക് പറഞ്ഞു പോയിട്ടില്ല: ഞാൻ വരുമെന്നും നിങ്ങളെ വന്ന് കാണുമെന്നും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കും എന്ന് ഒരിക്കലും ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വന്നിട്ടുമില്ല. എന്നാൽ യേശു കർത്താവ് മാത്രമാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്: ഞാൻ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വരും. വരിക മാത്രമല്ല, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം അത് സന്തോഷമായി മാറും. നിങ്ങളുടെ സന്തോഷം ഒരു മനുഷ്യർക്കും, ഒരു വ്യക്തിക്കും, ഒരു സാഹചര്യത്തിനും, ഒരു നിയമത്തിനും, ഒരു ഭരണത്തിനും അതെടുത്തു കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മരിക്കുമെന്നും മരണാനന്തര പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകുമെന്നും അല്പം കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്നും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്: ഞാൻ വന്നാൽ നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം മാറും, നിങ്ങളുടെ വേദനകളെല്ലാം അഴിയും. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിനകത്ത് അതിപ്രധാനമായ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ വിഷയം അവിടെ കാണുന്നത് ഞാൻ പിന്നെയും വരും എന്നുള്ളതാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ഞാൻ പിന്നെയും വരും, ഞാൻ പിന്നെയും നിങ്ങളെ കാണും. ഇന്ന് രാവിലെ ഈ വാക്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ പദം കൊണ്ട്, ഞാൻ നിങ്ങളെ പിന്നെയും കാണും എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും ആഴമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. ഞാൻ എന്തു ചെയ്യും? ഞാൻ വീണ്ടും വരികയും നിങ്ങൾ കാണുകയും ചെയ്യും. 2-ാമത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരും നിങ്ങളുടെ സന്തോഷം എടുത്തു കളയുകയില്ല. ദൈവമക്കളോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവെ പറയാം: ദൈവം നിങ്ങൾക്കൊരു സമാധാനം തന്നാൽ, ദൈവം നിങ്ങൾക്കൊരു സന്തോഷം തന്നാൽ, ദൈവം നിങ്ങളെ സന്തോഷത്തിലൂടെ ഒരു ഹാപ്പി മൂഡിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയാൽ അതിനെ പറിച്ചെടുക്കാൻ, തട്ടിപ്പറിക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെ സമാധാനമല്ല യേശു നമുക്ക് തന്നിരിക്കുന്ന സമാധാനം. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞതാണ്: പേടിച്ചു വരണ്ട്, ഒരു മുറിക്കകത്ത് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുകയാണ്, പുറത്ത് ആരും അറിയരുത്, അറിഞ്ഞാൽ ആക്രമിക്കപ്പെടും എന്നുള്ള ഭയത്തോടു കൂടെ ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഒരു മുറിക്കകത്ത് ഇരിക്കുകയാണ്. എന്നാൽ അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കാതെ അകത്ത് കയറി, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇത് ലോകം തരുന്നത് പോലെ അല്ല. അടുത്തത് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്നതാണ്, ഞാനത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ നോക്കിക്കേ, പിതാവാം ദൈവം, യഹോവയായ ദൈവം പുത്രനായ ക്രിസ്തുവിന് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊടുത്തുവിട്ട സമാധാനം, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ദൈവം അയച്ച സമാധാനം, ആ സമാധാനം കൊണ്ടാണ് 3.5 വർഷം ശുശ്രൂഷ ചെയ്തത്. ആ സമാധാനം കൊണ്ടാണ് ഈ 30 വർഷം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് സഹോദരങ്ങളുടെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചത്.
അപ്പം 30 വർഷം മാതാപിതാക്കളുടെ കൂടെയും അടുത്ത 3.5 വർഷം ശുശ്രൂഷ ചെയ്തും അങ്ങനെ 33.5 വർഷം ഈ ഭൂമിയിൽ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അനുഭവിച്ച സമാധാനം ദൈവം തനിക്ക് കൊടുത്ത സമാധാനമാണ്. തൻ്റെ ഉള്ളിൽ പകർന്ന ദൈവത്തിൻ്റെ സമാധാനം, പിതാവിൻ്റെ സമാധാനം, ക്ഷമിക്കാനുള്ള സമാധാനം, സഹിക്കാനുള്ള സമാധാനം. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം തന്നു കൊടുത്ത സമാധാനത്തിൻ്റെ പ്രത്യേകതയ്ക്കകത്തുള്ളതാണ് ക്ഷമിക്കാൻ കഴിയും. എത്ര ഒരു മനുഷ്യൻ നമ്മെ ദ്രോഹിച്ചാലും വേദനിപ്പിച്ചാലും അവനോട് എന്ത് ചെയ്യുക? ക്ഷമിക്കാൻ കഴിയും. അവനോട് പക വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവനോട് ക്രൂരമായി ഇടപെടാൻ പറ്റില്ല. അവനെ പുഞ്ചിരിയോടെ നേരിട്ട് കുഞ്ഞെ എന്ന് വിളിക്കാനുള്ള ഒരു നിയോഗം നമുക്ക് ലഭിക്കും. അത് ദൈവത്തിൻ്റെ സമാധാനം അകത്തുള്ളവർക്ക് മാത്രമേ പറ്റൂ. യേശു കർത്താവിൻ്റെ മുമ്പിൽ വന്ന യൂദാസിനെ ചതിയാന്നല്ലല്ലോ വിളിച്ചേ. കുഞ്ഞെ, ഒരു ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നു എന്നല്ലേ ചോദിച്ചേ. എന്തുകൊണ്ടാണ്? യേശുവിനറിയാം, ഈ യൂദാസ് വന്ന് എനിക്ക് ചുംബനം തരും, പടയാളികൾ വന്ന് എൻ്റെ കൈക്ക് ചങ്ങലയിടും, എന്നെ പിടിച്ചുകൊണ്ട് പോകും, രാത്രി മുഴുവൻ ഉറങ്ങാതെ എന്നെ വിധിക്കും, ശേഷം അവരെന്നെ ക്രൂശി കയറ്റും, ആണിയടിക്കും, ശരീരം മൊത്തം ഉഴുതു മറിച്ചെടുക്കും, കാർക്കിച്ചു തുപ്പും, അടിക്കും, നിന്ദിക്കും, പരിഹസിക്കുന്ന എല്ലാ കർത്താവിനറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭമാണ് യൂദാസിൻ്റെ ഒരു ചുംബനമെന്നും കർത്താവിനറിയാം. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നൊരു ചുംബനം കൊണ്ട് ഒറ്റി കൊടുക്കാൻ പോകുന്നു. കുഞ്ഞേന്ന് വിളിച്ച വിളി അത്രമാത്രം ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ശക്തിയാണ്. ക്രിസ്തുവിൻ്റെ അകത്ത് വന്ന സമാധാനം, തന്നെ ദ്രോഹിക്കാൻ, തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന ആളിനെ സ്നേഹിച്ച സമാധാനം, തന്നെ വെട്ടി കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്ന പടയാളിയുടെ കാത് മുറിഞ്ഞപ്പോൾ, പത്രോസിൻ്റെ വാളുകൊണ്ട് കാത് മുറിഞ്ഞപ്പോൾ, എന്നാൽ ആ കാത് അവിടെ കിടക്കട്ടെ എന്ന് എൻ്റെ ദൈവം പറഞ്ഞില്ല. ഞാനോ നിങ്ങളാണ് പറഞ്ഞനെ, എന്നാലും എന്നെ കൊല്ലാൻ വന്നതല്ലേ, എന്നെ പിടിക്കാൻ വന്നതല്ലേ, അവൻ അത് അനുഭവിക്കണം, അവൻ അങ്ങനെ വേണം, അവൻ്റെ കാതല്ല അവൻ്റെ കൈയൂടെ വെട്ടണം എന്ന് നമ്മൾ പറഞ്ഞനെ, ഞാൻ പറഞ്ഞനെ കേട്ടോ. പക്ഷേ യേശുവിനെ നോക്കിക്കേ, യേശു അങ്ങനെ പറഞ്ഞില്ല. ആ കാതോടെ കിടക്കട്ടെ എന്ന് യേശു പറഞ്ഞില്ല. ആ മണ്ണിൽ വീണ, ആ കരിയിലേക്കകത്ത് വീണ ആ പുരോഹിതൻ്റെ അല്ലെങ്കിൽ ആ പടയാളിയുടെ ആ കാത് എടുത്ത് അതിൻ്റെ പൊസിഷനിൽ വെച്ച് കൊടുത്ത് സൗഖ്യം കൊടുത്തത് കണ്ടോ? അത് യേശുവിന് പിതാവ് കൊടുത്ത സമാധാനമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സന്തോഷം ഉണ്ടാകും. ദൈവം തന്ന സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയും. ദൈവം തന്ന സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവം തന്ന സമാധാനം, യേശുവിൻ്റെ സമാധാനം. ഒന്നുകൂടെ പറയാം, പിതാവ് പുത്രന് കൊടുത്തത് പുത്രൻ നമുക്ക് തരികയാണ്. അതാ പറഞ്ഞത്, എൻ്റെ പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പം നോക്കിക്കേ, കൈമാറ്റം ചെയ്ത അഭിഷേകം, കൈമാറ്റം ചെയ്ത ആ സന്തോഷം, അത് പിതാവ് പുത്രന് കൊടുത്തെങ്കിൽ പുത്രൻ അത് പിതാവിന് തിരിച്ചു കൊടുത്തു എന്നല്ല കാണുന്നേ, പുത്രൻ അത് നമുക്ക് തന്നു. ആ ദൈവസമാധാനം നമുക്കുണ്ടെങ്കിൽ ആര് നിങ്ങളെ ദ്രോഹിച്ചാലും, ആര് നിങ്ങൾക്കെതിരെ 2 പണി തന്നാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ അതിനകത്ത് സന്തോഷിച്ച് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും തകരത്തില്ല. ലോകം തരുന്നതല്ല ഈ സമാധാനം. ലോകം തരുന്ന സമാധാനം 6 മാസമേ കാണും, അല്ലെങ്കിൽ 3 ദിവസമേ കാണും, അല്ലെങ്കിൽ 1 വർഷം ചിലപ്പോൾ നീണ്ടെന്ന് കണ്ടേക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ ആ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ലോകം തരുന്നത് പോലെ അല്ല യേശു നമുക്ക് തരുന്ന സമാധാനം. അത് നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുന്ന സമാധാനം. ഈ ലോകത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നമുക്ക് ജീവിക്കാൻ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ആരും ആ സന്തോഷം നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകില്ല. സന്തോഷം പൂർണ്ണമാകും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലേ? കുഞ്ഞുങ്ങളിൽ സന്തോഷമില്ലേ? കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക വിഷയത്തിൽ സന്തോഷമില്ലേ? നിങ്ങളുടെ വീടിനകത്ത് എപ്പോഴും അരണ്ട വെളിച്ചവും ഇരുണ്ട അവസ്ഥയുമാണോ? നിങ്ങളുടെ വീടിനകത്ത് എപ്പോഴും കലഹവും എപ്പോഴും വാശിയും വൈരാഗ്യവുമാണോ? നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ലേ? ഏതോ വിഷയത്തിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണോ? എവിടെയോ നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയെപ്പോലെയാണോ? ഇന്ന് രാവിലെ ആത്മനിറവ് ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വിട്ട സമാധാനമാണെങ്കിൽ അതിനെ എടുത്തു കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാം, യേശു നിങ്ങളുടെ ഉള്ളിലിട്ട സമാധാനം, യേശുവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളത് അനുഭവിക്കാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ബാക്കി നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കും.
ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. അപ്പോൾ നമുക്കൊരു സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, സമാധാനമുള്ള ഒരു ലൈഫ് നമുക്കുണ്ടാകണമെങ്കിൽ എന്ത് നമുക്ക് ആവശ്യമാണ്? ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് വേണം. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഇവിടെ വായിക്കുകയാണ്, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. ഒരു ദുഷ്ടപിശാചിനും കുട്ടിപ്പിശാചിനും ഭൂതാത്മാവിനും പ്രേതാത്മാവിനും ഒന്നും നിങ്ങളുടെ സമാധാനത്തെ, സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റില്ല പ്രിയരെ. കാരണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്ത് ഒരു സന്തോഷമുണ്ടാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു സന്തോഷമുണ്ടാകും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകും, നിങ്ങളുടെ ഫ്യൂച്ചറിൽ, നിങ്ങളുടെ പ്രത്യാശ വയ്ക്കുന്ന മേഖലകളിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. ആ സന്തോഷം നിലനിൽക്കുന്നതാണ് യേശുവിൽ നിന്ന് പ്രാപിക്കാം. ഇന്ന് യേശുവിൻ്റെ സന്തോഷവും യേശുവിൻ്റെ സമാധാനവും നിങ്ങളിലേക്ക് വരുന്നു. സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. ഈ ഷോർട്ട് മെസ്സേജിൽ കൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, സന്തോഷം നഷ്ടപ്പെട്ട ഒത്തിരി പേര് ഞങ്ങളെ കേൾക്കുന്നു. ഇവിടെ ഞങ്ങൾ വായിച്ചു, ഞങ്ങളുടെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത നിലയിൽ ഞങ്ങളെ കണ്ണുനീർ തുടയ്ക്കുമെന്ന്, ഞങ്ങളുടെ വേദന മാറ്റുമെന്ന്, ഞങ്ങളോട് കൂടെ കർത്താവ് ഉണ്ടെന്ന്, ഞങ്ങളുടെ കണ്ണുനീരെല്ലാം മാറുമെന്ന് ഞങ്ങളോട് ഇന്ന് പകൽ പറഞ്ഞെങ്കിൽ, പിതാവേ, പുത്രന് കൊടുത്ത സമാധാനം പുത്രൻ ഞങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യേണ്ടതുപോലെ യൂസ് ചെയ്യാൻ, ഞങ്ങളതിനകത്ത് തൃപ്തരാകാൻ, സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഇടവരുത്തണം എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, കുടുംബജീവിതത്തിൽ, അവരുടെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ, ഭാര്യയുമായുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ, കർത്താവേ, ജോലി സ്ഥലത്ത്, അവരുടെ സാമ്പത്തിക വിഷയത്തിൽ എവിടെയെങ്കിലും സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അല്ല നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന വിഷയത്തിൽ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അത് ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത, തട്ടിപ്പറിക്കാൻ പറ്റാത്ത, നീക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ കർത്താവ് ഇപ്പോൾ ഇട്ടുകൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. കർത്താവ് നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുണ്ട്. ആർക്കും അതെടുത്ത് കളയാൻ പറ്റത്തില്ല. ബാക്കി ഭാഗം ഇതേ വാക്യത്തിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.